ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൃണാലേട്ടൻ്റെ ഹോട്ടലാണ് വിഷയം. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ഇപ്പം പുതിയൊരു വീഡിയോ, സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ വന്നപ്പോൾ ഉണ്ട്, അത് പറയാം. അതിനു മുമ്പായിട്ട് തന്നെ പുള്ളി ഫുഡ് വ്ളോഗിംഗ് ഒക്കെ ചെയ്ത് നടന്ന സമയത്ത് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതും ഒന്ന് കാണാം നമുക്ക്, എന്നിട്ടൊന്ന് വിലയിരുത്താം. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ നജിയ. 5 വർഷം മുമ്പുണ്ടായ ഒരു കഥ ചൊല്ലട്ടുമാ. ഇപ്പം എയറിലായ ഒരു പ്രമുഖ വ്ളോഗറിന്റെ കഥയാണ് കേട്ടോ. അന്ന് വെറും 25 ബിരിയാണി മാത്രം വിറ്റുകൊണ്ടിരുന്ന ഒരു പാവം ഹോം ഷെഫായ ഞാൻ, പേര് നജിയയും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ അന്നത്തെ ഒരു പ്രമുഖ ഹോട്ടൽ, ബിരിയാണി മാത്രം സെയിൽ ചെയ്യുന്ന, ദിവസം ഒരു 400-500 ബിരിയാണിയോളം സെയിൽ ചെയ്യുന്ന ഒരു പ്രമുഖ ബിരിയാണി റെസ്റ്റോറന്റിനെയും ചേർത്തിട്ട് നമ്മുടെ മൃണാൽ ചേട്ടൻ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്നെ തേച്ചൊട്ടിച്ച് പണ്ടാറടക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അതിന് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. കാരണം ചേട്ടന്റെ ആ ഒരൊറ്റ വീഡിയോയോട് കൂടി ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. കാരണം ഇപ്പൊ 5 വർഷമായിട്ടുണ്ട് വെറും 25 ബിരിയാണി താഴെ കഷ്ടപ്പെട്ട് വിറ്റോണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ആ അവസ്ഥയിൽ നിന്ന് താങ്കളുടെ എന്നെ തേച്ചൊട്ടിച്ച വീഡിയോയോട് കൂടി ഞാൻ ഇവിടെ അങ്ങ് നന്നായിപ്പോയി. ഇപ്പൊ തിരുവനന്തപുരത്തെ ടോപ്പ് 10 ബിരിയാണീസിൽ ഒന്നായി എമ്മി സ്പോട്ടിന്റെ, അതായത് ഞങ്ങളുടെ ബിരിയാണി മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സംശയമുണ്ട് ചേട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ബിരിയാണി സെയിൽ ചെയ്യുന്ന ആ പ്രമുഖ റെസ്റ്റോറന്റിനെ ഒരു സാധാരണ ഹോം ഷെഫായ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ചെയ്ത വികാരം എന്തായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു. അവിടെ നിന്നും സ്വന്തമായിട്ടൊരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ സ്വന്തം ഒരു ടേക്ക് അവേ കൗണ്ടർ ട്രിവാൻഡ്രത്ത് ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട്. ശരിക്കും നന്ദിയുണ്ട് ചേട്ടാ. ചേട്ടൻ എന്തായാലും ഇപ്പൊ എയറിലാണല്ലോ, ഇത് ചേട്ടനൊരു സമാധാനം ആയിക്കോട്ടെ. ചേട്ടനും അന്ന് ചേട്ടന്റെ ഒപ്പം നിന്ന ഒരു പ്രമുഖ റെസ്റ്റോറന്റ് മുതലാളിക്കും ചേർത്തിട്ട് എന്റെ നന്ദി ഞാൻ ഇവിടെ പറയും. എന്തോ നാളെ വീട്ടിലിരുന്ന് 10-25 ബിരിയാണി വെച്ച് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഒരു പെങ്കൊച്ചിൻ്റെ അവരും 500 ബിരിയാണി വയ്ക്കുന്നവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ പുള്ളി എന്തോ ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിപ്പോൾ ഇവർക്ക് ഗുണമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അവരിപ്പം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അതെന്തായാലും കാര്യമായി. ഇതുപോലെ തന്നെ പല ഹോട്ടലും കയറിയിട്ട് ചിക്കൻ സോഫ്റ്റ് അല്ല, ചിക്കൻ വെന്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഹോട്ടലിൽ ചിക്കന് ചിലപ്പം സോഫ്റ്റ് ആവാത്തതിൻ്റെ അല്ലെങ്കിൽ വേവാത്തതിൻ്റെ കാര്യം പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഫ്രഷ് ചിക്കൻ അല്ല. ഈ ഫ്രഷ് ചിക്കനൊരു വലിയ തകരാറുണ്ട്. ഫ്രഷ് ചിക്കൻ ചില ദിവസങ്ങളിൽ വേണ്ടത്ര റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇപ്പം സമയം 11:45, 12 മണി, ഇപ്പോഴും നാളെ രാവിലെ 6 മണിക്കത്തെ ബിരിയാണി പ്രൊഡക്ഷൻ്റെ കോഴിക്ക് ജീവനുണ്ട്. അത് കൊല്ലപ്പെടുക വെറും ഒരു 4 മണിക്കോ 4:30-കോ 5 മണിക്കോ ആയിരിക്കും. അപ്പോൾ മീറ്റ് സ്ലോട്ടർ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ റെസ്റ്റ് ടൈം ആ മീറ്റിന് കിട്ടിയില്ലെങ്കിൽ അത് ഹാർഡാവും. ഞങ്ങളുടെ ബിരിയാണിനെ കുറിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് മീറ്റ് ഹാർഡാവുന്നു. ഇതാണ് പ്രശ്നം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഈ കോഴിക്കടക്കാരനെ എഴുന്നേക്കാൻ വൈകിയെന്ന് വെച്ചാൽ സംഭവിക്കാമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പം മീറ്റിന് റെസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് ബിരിയാണി പ്രൊഡക്ഷൻ ലേറ്റ് ആക്കാൻ പറ്റില്ല. സംഭവിക്കാം. ബഹുഭൂരിഭാഗം ബിരിയാണി ഉണ്ടാക്കുന്ന കടകളും ഫ്രഷ് മീറ്റ് ഉപയോഗിക്കില്ല. ഞാൻ ഇവരെ ആരെയും കുരിശുമ തറക്കാൻ ആഹ്വാനം ചെയ്യുമൊന്നുമല്ല, ഇതാണ് ഇതിൻ്റെ സത്യം. എന്തായാലും ഇപ്പം പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, പറയുന്നത് പോലല്ല കാര്യങ്ങളെന്നുള്ളത്. ഇപ്പം സ്വന്തമായിട്ടൊരു ഹോട്ടലൊക്കെ തുടങ്ങിയപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് പോയി കഴിച്ചിട്ട് എല്ലാവരും കുറ്റം പറയുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. പുള്ളി എന്തുവാന്ന് വെച്ചാൽ വായി തോന്നുന്നു പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. അവർ ജീവിക്കുകയോ അത് പൂട്ടിപ്പോവുകയോ എന്തോലും ചെയ്യട്ടെ. ഇപ്പം പുള്ളി ഒരു ഹോട്ടൽ തുടങ്ങിയപ്പം എല്ലാത്തിനും ന്യായീകരണമുണ്ട്. എന്തായാലും നടക്കട്ടെ, നല്ല കാര്യം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ഏജൻറ്റ് ഇട്ടിരുന്ന ആ ഒരു വീഡിയോയിലേക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ. നോക്കുമ്പോൾ രാവിലെ കൈസിൻ്റെ ചാനലിൽ ഒരു വീഡിയോ, മൃണാലിൻ്റെ തൃപ്പൂണിത്തറുള്ള ഔട്ട്ലെറ്റ് എന്ന്, ഹംഗ്രി മൃണാലിൻ്റെ ഔട്ട്ലെറ്റ് എന്ന്, ഒരു വ്യക്തി ഫുഡ് കഴിച്ചിട്ട് അതിനകത്ത് പുഴു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മൃണാൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹൈജീൻ. ഓക്കെ, അതുകൊണ്ടാണ് ഈച്ച ആ ഒരു സംഗതിയൊക്കെ ഭയങ്കര വൈറലായി, ട്രോളായി, മൃണാലിനത് ഭയങ്കര സീനായി. ലാസ്റ്റ് മൃണാലിത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് എടപ്പള്ളിയിലൊക്കെ ഈച്ചയുടെ ഒരു പരിധി വരെ
ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് മെയ്യിലാണ്. ഓക്കെ, മെയ്. ഇപ്പോൾ മെയ് മാസത്തിൽ പോയ കസ്റ്റമർ അവിടുന്ന് കിഴിപ്പൊറാട്ട ഓർഡർ ചെയ്തിട്ട് വാഴേൻ്റെ ഇല തുറന്ന സമയത്ത് അതിനകത്ത് പുഴുവോടെ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ അത് പറയുന്നത് പഴയതല്ലേ കുറച്ച് മുന്നേ. ബട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മൃണാലിൻ്റെ ഭാഗത്തുനിന്ന് എത്രയോ ഹോട്ടലുകൾ കൺസൾട്ട് ചെയ്യുന്ന അതാണല്ലോ മൃണാൽ, കൺസൾട്ടൻ്റ് ആണല്ലോ മൃണാൽ. ഹൈജീനെ കുറിച്ച് പറയുന്ന, ഹോട്ടലിലെ വൃത്തിയെക്കുറിച്ച് സംസാരിച്ച അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് ഇത് ഒരിക്കലും വരാൻ പാടില്ല. ഈച്ച ഓക്കെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്ത തോട്ടിൽ നിന്ന് കയറി വരുന്നതായിരിക്കും. കൊച്ചിയിൽ ഈച്ച, കൊതുക്, ഇതൊന്നും ഒഴിഞ്ഞൊരാൾക്ക് ജീവിതം തന്നെ പോസിബിൾ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ അത്രയും നോക്കുന്ന ആൾക്കാരായിരിക്കണം. പുഴു ഈ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ബാക്കോട്ടെ ഓക്കെ, പുഴു തന്നെയാണ്. ഇനി മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ കൊടുന്നിട്ട മാതിരി ഇത് നീയല്ലേടാ കുഞ്ഞുട്ടാ കൊടുന്നിട്ട് എന്നുള്ള ചോദ്യം വേണ്ട. അത് പുഴു തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി വാഴയുടെ ഇലയിൽ നിന്നായിരിക്കണം എന്നുള്ളൊരു നിഗമനമാണ് ഞാനിപ്പോൾ കുറച്ച് പേരോട് ചോദിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബട്ട് അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ച് മേജർ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വാഴയുടെ ഇല വാട്ടുക, നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം, തീയിലിട്ടൊന്ന് ചൂടാക്കും, ഒന്ന് വാട്ടിയെടുക്കും, എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഫുഡിൻ്റെ സാധനങ്ങൾ വെക്കുക. ആൻഡ് ബൈ ദ വേ, ഇത് ഹംഗ്രി മൃണാൽ ഈ പറഞ്ഞ സ്ഥലത്തുള്ളത് തന്നെയാണോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്പൂണിത്തറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അതിൻ്റെ ഒരു ഫോട്ടോ അവിടെ സൈഡിൽ വയ്ക്കാം, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അത്ര സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കയറിപ്പോയി നോക്കിയോ, കാരണം അതിനകത്തുള്ള ആംബിയൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ചെയറൊക്കെ കണ്ടാൽ ദാറ്റ്സ് ഹംഗ്രി മൃണാൽ. and അത് മാത്രമല്ല, ഞാൻ ഈ പയ്യനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ കൈസിനോട് നമ്പർ ചോദിച്ച് ഈ പയ്യനെ പേഴ്സണലി വിളിച്ച് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവിടെ അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാ അവർ പൈസ അന്ന് HM തൃപ്പൂണിത്തുറ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കുന്നത്. HM മീൻസ് ഹംഗ്രി മൃണാൽ. ഞാൻ പോയ സമയത്തും ഇങ്ങനത്തെ ഒരു HM എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഹാൻഡിലേക്ക് തന്നെയാണ് പൈസ പോയിട്ടുള്ളത്. ഫൈൻ, അപ്പോൾ അതും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവർ കഴിക്കാൻ പോയി, അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു പിള്ളേർ. കഴിക്കാൻ പോയ സമയത്താണ് ഈ കഴിച്ച് തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ പുഴുവിനെ കാണുന്നത്. അവർ ഓൾറെഡി അത് അവിടെ പോയിട്ട് കൗണ്ടറിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും നോക്കിയില്ല. അവരെ ഈ ബില്ല് അവർ ചെയ്ത് അവർക്കൊരു കൗണ്ടർ ബില്ല് കിട്ടില്ല. ആ ബില്ല് തിരിച്ചു വാങ്ങിയിട്ട് പൈസ, ആ ഒരു ഫുഡ് ഓർഡർ ചെയ്തതിൻ്റെ പൈസ തിരിച്ചു കൊടുത്തിട്ട് അവരെ വിട്ടു. അപ്പോൾ അവർക്ക് ഈ പോയ പയ്യന്മാർക്ക് ഇപ്പം മെയ്യിലൊന്നും ഇത് ഹംഗ്രി മൃണാലിൻ്റെ ഹോട്ടലാണെന്നൊന്നും അറിഞ്ഞു കയറിയതെല്ലാമൊക്കെയാണ് അവർ പറഞ്ഞത്. അവരുടെ ഒരു ഫ്രണ്ടിന് അറിയാമായിരുന്നു, അത്രയേ ഉള്ളൂ. ബട്ട് അവരത് വലിയ എന്താ പറയുക ഒരു ഇഷ്യൂ ആക്കാൻ നിന്നില്ല. ഓക്കെ, അതൊന്നും ഇഷ്യൂ ആക്കാൻ, ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ബട്ട് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നാടായ നാടൊക്കെ കയറി ഇറങ്ങി എല്ലാ ഹോട്ടലിൻ്റെയും വൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന മൃണാൽ സ്വന്തം ഹോട്ടലിൽ എന്തുവാടെ പുഴുവാ. ഞാൻ പറഞ്ഞു, എനിക്ക് എടപ്പള്ളി ചെന്ന സമയത്ത് വാഴേൻ്റെ എല്ലാ സ്കീം നമുക്കില്ല, പ്ലേറ്റിനകത്താണ് തട്ടിത്തന്നെ. തൃപ്പൂണിത്തറയിൽ എനിക്കൊരു കുറച്ച് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. വാഴേൻ്റെ ഇലയിൽ കൊടുക്കാറുണ്ട്, ബിരിയാണി ആണെങ്കിലും കിഴിപ്പൊറാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും. ഈ വാഴേൻ്റെ ഇല ചൂടാക്കിയിട്ടല്ലേ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പം ആ ടൈമിൽ എങ്ങനെ പുഴു അതിൽ വന്നിരിക്കുന്നത്, എനിക്ക് അതൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴും ചിലർ പറഞ്ഞു ഇടയിൽ ഫുള്ളായിട്ട് കരിയിച്ച് കളയൊന്നുമില്ല, അല്ല ജസ്റ്റ് ചൂടാക്കുകയുള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.